ഒരു അതിഥി വീട്ടിൽ വന്നിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഹോട്ടൽ ടാസ്കിലെ മത്സരാർത്ഥികൾ, അതിനുപരി സ്റ്റാഫ്സ് അല്ലേ. അവരവിടെയുള്ള സ്റ്റാഫുകളാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഗസ്റ്റിനോട് ആ ഒരു അതിഥിയോട് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില ബഹുമാനങ്ങളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊന്നും ബിഗ് ബോസ് ഹൗസിലെ ചില ടീമുകൾ കാണിക്കുന്നില്ല എന്നത് ഓർക്കുമ്പോഴാണ് സങ്കടം. ഇവിടെ എന്ത് തന്നെയായാലും നമ്മുടെ ഗസ്റ്റായിട്ടുള്ള നമ്മുടെ സാബു ചേട്ടന് ഭക്ഷണം എത്താൻ വേണ്ടിയിട്ട് വൈകിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്ദന ചേച്ചി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് പവർ ടീമിന് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വന്നത് കൊണ്ടാണ്, അത് ഉണ്ടാക്കിയതിന് ശേഷം സാബു ചേട്ടന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത് കൊണ്ടാണ് അത് വൈകിയത് എന്നാണ് നന്ദന ചേച്ചി സാബു ചേട്ടനോട് പറഞ്ഞിട്ടുള്ള ഒരു ന്യായീകരണം. അങ്ങനെ ഇത് സാബു ചേട്ടന് അത് അല്പം ഒന്ന് മനസ്സിന് തട്ടുകയും സാബു ചേട്ടൻ പോയിട്ട് HR ആയിട്ടുള്ള നമ്മുടെ ഋഷി ചേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഋഷി ചേട്ടൻ ഇതറിഞ്ഞിട്ട് ഋഷി ചേട്ടൻ ചോദിച്ചപ്പോൾ ആ ടീമിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, അതായത് നന്ദന അറിയാതെ പറഞ്ഞതാണ്, പെട്ടെന്ന് പറഞ്ഞു ഏതാണ് അതൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ നടത്തി. വീണ്ടും എന്നിട്ട് എന്താണ് നമ്മുടെ സാബു ചേട്ടൻ പറഞ്ഞു, ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, അതായത് സാബു ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ടിപ്പ് തിരിച്ചു മടക്കി തരണം, മടക്കി വാങ്ങണം. ആര്? HR ആയിട്ടുള്ള ഋഷി ചേട്ടൻ മടക്കി വാങ്ങിയിട്ട് സാബു ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് സാബു ചേട്ടൻ പറയാണ്. അങ്ങനെ അപ്പോൾ ഋഷി ചേട്ടൻ്റെ തലയിൽ ഈ മൊത്തം കാര്യങ്ങളും വന്നു വിട്ടു. പിന്നെ അവർ വീണ്ടും അത് കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇവർ തമ്മിൽ പിന്നീട് അപ്സര ചേച്ചിയും നമ്മുടെ ഋഷി ചേട്ടനൊക്കെ തമ്മിൽ പിന്നീട് പ്രശ്നങ്ങളൊക്കെ ആയി, ചില വാക്ക് തർക്കങ്ങളൊക്കെ ആയി. ഇന്നലെയും വഴക്ക് നടന്നു, ഇന്നും വഴക്ക് നടക്കുന്നു. ഇവർ തമ്മിലൊരു ഒത്തൊരുമയൊന്നും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ മത്സരിക്കാൻ വന്നതാണ്, ഗെയിം കളിക്കാൻ വന്നതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അതിൽ സ്റ്റാഫ്സായിട്ട് നിൽക്കുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ടല്ലോ അല്ലേ, അത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തമ്മിൽ ഉള്ളൊരു ബന്ധം ഇല്ലാതെ പിന്നെ എങ്ങനെ ഇത് പറ്റുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയാം. ഈ സാബു ചേട്ടൻ ഇതിൽ കളിച്ചിട്ടുള്ള ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പുള്ളി അത് ഋഷി ചേട്ടനോട് പറഞ്ഞത് കൊണ്ട് അവിടെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റായി. അതെന്തായാലും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നന്ദി.